ഹാപ്പി സോൾ സെൽഫ് ലവ് ചലഞ്ചിൻ്റെ 13ാമത്തെ ദിവസത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം. ഡേ 12 നമ്മൾ അമേസിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള കുറച്ച് നെഗറ്റീവ് ഇമോഷൻസിനെയാണ് എന്ത് ചെയ്യുന്നത് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെയൊക്കെ കയ്യിൽ കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ എക്സ്പീരിയൻസ് വിത്ത് ദിസ് സെൽഫ് ലവ് പ്രാക്ടീസ്. അപ്പോൾ എന്താണ് ഡേ 13 എന്ന് നിങ്ങൾ ആലോചിച്ചിങ്ങനെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയായിരിക്കും. ഡേ 13 എന്ന് പറയുന്നത് ഒത്തിരി നെഗറ്റീവ് ഇമോഷൻസ് അല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചുകൊണ്ടിരുന്നത്, ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കിപ്പോൾ ഇന്ന് എങ്ങനെയാണ് നമ്മളുടെ ഒരു ദിവസത്തെ ഏറ്റവും മനോഹരമായി ഏറ്റവും സ്നേഹത്തോടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഡേ 13 ഹൗ യു സ്റ്റാർട്ട് യുവർ ഡേ. നമ്മളെങ്ങനെയാണ് നമ്മുടെ ദിവസം തുടങ്ങുന്നു? പിന്നെ ഒരു ദിവസം അങ്ങനെയാണോ അതോ വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ ഡേ ഹായ് 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 എന്നാണോ നിങ്ങൾ തുടങ്ങുന്നതെന്നാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ അയ്യോ പൊത്തോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നതെങ്കിൽ അത് ആ ഒരു ദിവസം മുഴുവൻ നമ്മൾ നെഗറ്റീവായിട്ടായിരിക്കും, നമ്മൾക്ക് ആ നെഗറ്റീവായിട്ടുള്ളൊരു ഇമോഷൻസിലായിരിക്കും നമ്മൾ കൂടുതലും നിൽക്കുന്നത്. നമ്മളൊരു ദിവസത്തിൻ്റെ തുടക്കം എങ്ങനെയാണോ ആ തുടക്കത്തിൽ നമ്മൾ ഫസ്റ്റ് ഒരു 2 hours അല്ലെങ്കിൽ 1 hour ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടേതായിട്ടൊരു മീ ടൈം അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് റിച്വൽസ് ഇതൊക്കെ ഫോളോ ചെയ്യുമ്പോൾ ആ ഒരു ദിവസത്തിൻ്റെ തുടക്കത്തെ തന്നെ ആ ഒരു എൻറ്റയർ ഡേ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്നറിയാൻ വേണ്ടി നമ്മൾ ഫുൾ പ്രിപ്പയർ ചെയ്യുവാണ്. തുടക്കം, ഒരു ദിവസത്തിന് തുടക്കം. അപ്പം എങ്ങനെയാണ് നമ്മൾ ചിലർ പറയും എനിക്കൊന്നിനും സമയമില്ല, അയ്യോ എനിക്കൊന്നും എത്തിത്തീരുന്നില്ല, ഞാനൊന്നും ചെയ്തു തരുന്നില്ല, അത് ചെയ്യുമ്പോൾ ഇത് ചെയ്യണം, ഇത് ചെയ്യുമ്പോൾ അത് ചെയ്യണം, അത് ചെയ്യുമ്പോൾ ഇത് ചെയ്യണം. നമ്മുടെ കിലുക്കത്തിലെ രേവതിയുടെ കാര്യം പറഞ്ഞ പോലെ തുണി നനയ്ക്കാൻ പറഞ്ഞപ്പോഴല്ലേ കടയിൽ പോകാൻ പറഞ്ഞപ്പോഴല്ലേ അരി വെക്കാൻ പറഞ്ഞത്. അപ്പോൾ അതുപോലെ ഒന്നും ആവാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകും. അവസാനം എൻഡിൽ നമുക്കൊന്നും ചെയ്തതായിട്ടൊരു ദിവസം തോന്നാറില്ല. ഇന്ന് ഞാൻ എന്തു ചെയ്തു എന്ന് വെച്ചാൽ കുറേ സമയം റീൽസ് നോക്കിയിരുന്നു, കുറേ സമയം ഫോൺ ചെയ്തു, കുറേ സമയം അങ്ങോട്ട് പോയി, കുറേ സമയം ഇങ്ങോട്ട് നടന്ന് വീട്ടിലെ ജോലി ചെയ്തു. അല്ലാതെ നമുക്കൊരു ഒരു മീനിങ് ഫുള്ളായിട്ടൊരു ഡേ ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഡേയെ കംപ്ലീറ്റ്ലി ബ്യൂട്ടിഫുള്ളി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിങ്ങനെ കണ്ണ് തുറന്ന് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ആദ്യം ഫീൽ ചെയ്യേണ്ട ഒരു ഇമോഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡാണ്, നന്ദിയാണ്. നന്ദി എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഈ യൂണിവേഴ്സിൻ്റെ ഒരു അബൻഡൻസ്, ഒരു സമൃദ്ധിയുടെ ഒരു താക്കോലാണ്, സമൃദ്ധിയുടെ താക്കോലാണ് എന്തെന്ന് പറയുന്നത് നന്ദി. അപ്പം നന്ദിയോടെ ഇരിക്കുക എന്നാണ് നമുക്ക് ഏറ്റവും നല്ലതായിട്ട് നമ്മളോടും ഈ പ്രപഞ്ചശക്തിയോടും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ കാര്യം. അപ്പോൾ ഒരു ദിവസം രാവിലെ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. 10 റാൻഡമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന 10 കാര്യങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. 10 കാര്യങ്ങൾ മിനിമമാണ് ഞാൻ പറയുന്നത്. കണ്ണ് തുറക്കുമ്പോൾ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ നമുക്ക് കണ്ണ് തുറന്നിട്ടോ ദൈവമേ ഇന്ന് രാവിലെ കണ്ണ് തുറന്നുണരാനുള്ളൊരു ഭാഗ്യം എനിക്ക് തന്നു, നന്ദി. 2, സുഖമായ രീതിയിൽ കിടക്കാനൊരു കിടക്കയുണ്ട്, നമുക്ക് പുതയ്ക്കാനൊരു പുതപ്പുണ്ട്, നമുക്ക് കാറ്റ് കൊള്ളാൻ ഫാനുണ്ട്, AC ഉണ്ട്, ലൈറ്റുണ്ട്, നമുക്ക് കരണ്ടുണ്ട്. അങ്ങനെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ നമുക്ക് നമ്മളോട് നന്ദി പറയാനായിട്ട് ആ ഒരു മൊമെൻറ്റിൽ ഫീൽ ചെയ്യുന്നത്. രാവിലെ എഴുന്നേറ്റ് കുടിക്കാനൊരു ഗ്ലാസ് വെള്ളമുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ കുഞ്ഞു വലിയ കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അങ്ങനെ റാൻഡമായിട്ടൊരു 10 കാര്യങ്ങൾക്ക് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ മിററിലേക്ക് ചെല്ലുമ്പോൾ ഇപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് സ്നേഹമാണ്, ഐ ലവ് യു ഡാർലിംഗ് നമ്മുടെ കണ്ണാടിയിൽ കാണുന്ന ആളോട് നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റും. അപ്പോൾ കണ്ണാടിയിൽ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബ്യൂട്ടിഫുൾ ഗുഡ് മോർണിംഗ് നമ്മളങ്ങ് പറഞ്ഞേക്കണം. കണ്ണാടിയിൽ കാണുന്ന ആ ഒരു അത്ഭുത പ്രതിഭാസത്തെ നോക്കിയിട്ട് നമ്മൾ പറയണം, ഗുഡ് മോർണിംഗ് മൈ ഡാർലിംഗ്, ഗുഡ് മോർണിംഗ്, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡേ ഞാൻ നിനക്ക് വിഷ് ചെയ്യുന്നു. ഇന്നൊരു ദിവസം മുഴുവൻ എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് നിനക്ക് കഴിയും. ഈ ഒരു ദിവസം നിനക്ക് വേണ്ടിയിട്ട് ഒത്തിരി മിറാക്കിൾസ് ആൻഡ് മാജിക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സ്, ഈ പ്രപഞ്ചശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവശക്തിയും ആയിക്കോട്ടെ, ആ ഒരു എനർജി നിങ്ങളിലേക്ക് ഒത്തിരി സമൃദ്ധിയും സന്തോഷവും നിറവുമൊക്കെ തരാനായിട്ട് ഈ ഒരു ദിവസത്തെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അത് സ്വീകരിക്കാൻ നീ റെഡി ആയിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നമ്മളെ ഒന്ന് ഹാപ്പിയാക്കാം, ഒരു ഡേയ്ക്ക് വേണ്ടിയിട്ട്. ഈ ഒരു ദിവസം
എന്ത് കാര്യമാണോ അത് ഏറ്റവും മനോഹരമായി ചെയ്തു തീർക്കാനായിട്ടുള്ള കഴിവും മനസ്സും സമയവും ഒക്കെ നിനക്കുണ്ടാകും എന്ന് നമ്മളോട് പറയുക. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേ നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും മനോഹരമായിട്ടൊരു ദിവസത്തെ സ്റ്റാർട്ട് ചെയ്യുക. അതായത് നമുക്ക് ഒത്തിരി റിച്വൽസ് ഉണ്ട്, മോർണിംഗ് റിച്വൽസ് ഫോളോ ചെയ്യുന്നവരുണ്ട്. ഞാൻ എൻ്റെ ഹോപ്പനോപ്പനോ ഫാമിലി, എൻ്റെ പ്ലാറ്റിനം ഫാമിലിയിലൊക്കെ ഉള്ളവർ, അവർക്ക് റെഡിമെയ്ഡായിട്ട് അവർ എല്ലാവരും കൂടെ ഫോളോ ചെയ്യുന്ന ഒരു റിച്വലുണ്ട്, മോർണിംഗ് റിച്വൽ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എങ്ങനെയായിരിക്കണം, വെള്ളം കുടിക്കുന്നതിന് പോലും നമുക്ക് സ്വസ്തിയിൽ ഒരു രീതിയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഒരു റിച്വൽ ഉള്ളവരാണെങ്കിൽ അത് റിച്വൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അല്ലാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, ഒത്തിരി പ്രഷർ ചെയ്യാത്ത, നമ്മളെ ഒത്തിരി ഇങ്ങനെ കൺജസ്റ്റഡ് ആക്കാത്ത, വളരെ ഈസി ആൻഡ് എഫേർട്ട്ലെസ്ലി ചെയ്യാൻ പറ്റുന്ന ഒരു അമേസിങ് ആയിട്ടുള്ളൊരു മോർണിംഗ് റിച്വലൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് പ്രിപ്പയർ യുവർ ഡേ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ഡേയിൽ ആദ്യത്തെ സമയം നമ്മൾ വേറെ ഒന്നിനും ചിലവാക്കാതെ കുറഞ്ഞായിട്ടൊരു ബ്രീത്തിങ് വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു എക്സസൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ നല്ല ഒരു ബുക്കിൻ്റെ 2 പേജ് വായിക്കുകയോ, നമുക്ക് ഹോപ്പനോപ്പനോ ചെയ്യാം, നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാം. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു റിച്വൽ ഫോമാറ്റ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു ദിവസം മുഴുവൻ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കാം. ഒരു ദിവസത്തെ ഒരുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ഇതുവരെ നമ്മൾ ചുമ്മാ ഇങ്ങനെ റാൻഡമായിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് പോകുന്ന ഒരാളാണെങ്കിൽ ഇന്ന് തൊട്ട് ഈ മിറർ വർക്ക് പ്രാക്ടീസിൻ്റെ വീഡിയോ കാണുന്ന അന്ന് തൊട്ട് നിങ്ങളൊരു ദിവസത്തെ സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് കംപ്ലീറ്റ് ഗ്രാറ്റിറ്റ്യൂഡ്. എല്ലാത്തിനോടും നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് നമ്മുടെ ദിവസത്തെ തുടങ്ങാം. ഒരു ബ്യൂട്ടിഫുള്ളായിട്ട് നിങ്ങളുടെ മിറർ വർക്കിൽ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറയാം. എന്നിട്ട് ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു എനർജിയും ഒക്കെ ഒരു ഇന്തൂസിയാസവും ഒക്കെ നമുക്ക് നമ്മളിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ റെഡിയാണെങ്കിൽ റെഡി എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. അതുകൊണ്ടൊപ്പം തന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സുസ്ഥിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് മിറർ വർക്കിൻ്റെ 13ാമത്തെ ദിവസമാണ്. 21 ഡേയ്സാണ് കംപ്ലീറ്റ് നമ്മൾ പ്രാക്ടീസ്. ഇനിയും ദിവസങ്ങൾ ബാക്കിയാണ്. സോ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ Day 1 തൊട്ടിട്ട് കംപ്ലീറ്റ്ലി പ്രാക്ടീസ് ചെയ്യാൻ വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സൃഷ്ടിക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹീലിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഹെൽത്തിലോ റിലേഷൻഷിപ്പിലോ കരിയറിലോ ഫിനാൻസിലോ ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാരണം നിങ്ങൾക്ക് ജീവിതം സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മളിലേക്ക് വരാം. നമ്മുടെ ഹീലിംഗ് പ്രോഗ്രാമുകളൊക്കെ ചെയ്ത് അമേസിംഗ് ആയിട്ട് ലൈഫിനെ റീഡിസൈൻ ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് എന്നെ കാണുന്നതിനും എന്നെ കേൾക്കുന്നതിനും എന്നെ വിശ്വസിച്ച് ഈ മിറർ വർക്ക് പ്രാക്ടീസൊക്കെ ചെയ്യുന്നതിനും. അപ്പോൾ ഈ ഒരു നന്ദി ഞാൻ എൻ്റെ മെൻറ്റേഴ്സിനോടും ഞാൻ വായിച്ച പുസ്തകങ്ങളോടും അവരുടെ ഓതേഴ്സിനോടുമൊക്കെ ആ ഒരു നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ലവ് യുവർ സെൽഫ്, ലവ് അതേഴ്സ് ആൻഡ് ലവ് ദ പ്ലാനറ്റ്. സർവ്വപ്രപഞ്ചത്തിനും സ്വസ്തി.